ആനുകൂല്യങ്ങൾക്കായി പോരാടിക്കൊണ്ടിരിക്കുന്ന ആശാമാരുടെ സമരം 30ാം നാളിലേക്ക് കടക്കുമ്പോൾ നിരവധി പേരാണ് അവർക്കുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. 29 ദിവസമായി സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ കഞ്ഞിവെച്ച് രാപ്പകൽ അമ്മമാർ തങ്ങളുടെ അതിജീവനത്തിനായുള്ള നിലവിളിയിലാണ്. നാടിന്റെ നാനാതുറകളിൽ നിന്നും അവർക്ക് ഐക്യദാർഢ്യവുമായി ദിനംതോറും പിന്തുണ വരുമ്പോൾ CPM-ലെ മഹിളാ സ്ത്രീരത്നങ്ങൾ മാത്രം മൗനത്തിലാണ്. CPI-യിലെ ആനി രാജയുടെ ഒറ്റപ്പെട്ട ഒരു ശബ്ദം പേരിന് മാത്രം കേൾപ്പിച്ച് അവരും മൗനം പൂണ്ടു. ഈ അവസരത്തിലാണ് കോൺഗ്രസ് സമരം ഏറ്റെടുക്കുമെന്ന പ്രസ്താവനയുമായി വരുന്നത്. സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കൂട്ടവും KPCC പ്രസിഡന്റ് K സുധാകരനും തുടങ്ങി ഒട്ടനവധി നേതാക്കൾ ഇപ്പോഴത്തെ ആശാവർക്കർമാരുടെ സമരം ദേശീയ തലത്തിൽ എത്തിച്ച് കോൺഗ്രസ് MP-മാരും. സമരം പാർലമെന്റിലും ലോക്സഭയിലും കോൺഗ്രസ് MP-മാരായ KC വേണുഗോപാൽ, ശശി തരൂർ, VK ശ്രീകണ്ഠൻ എന്നിവരാണ് ഉന്നയിച്ചിരിക്കുന്നത്. പിന്തുണയ്ക്കൊപ്പം തന്നെ സംരക്ഷണം നൽകേണ്ട സർക്കാരിൽ നിന്നും കടുത്ത അവഗണനയും അവർ നേരിട്ടു. പൊരിവേലത്തും കോരിച്ചൊരിയുന്ന മഴയത്തു നിന്ന് സമരം ചെയ്തു വരുന്ന ആശാമാരുടെ പന്തല് പൊളിച്ചു PSC ഉദ്യോഗസ്ഥർക്ക് ആശാമാരുടെ കണ്ണീര് ചേർത്തുള്ള സ്വർണ്ണക്കരണ്ടിയിൽ ശമ്പളം കൂട്ടി നൽകിയും രസിക്കുകയായിരുന്നു സർക്കാർ. സമരത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര നേതൃത്വത്തെ പഴിചാരി കേരള സർക്കാർ ആശാവർക്കർമാർ കുടഞ്ഞിട്ട കണക്കിന് വ്യക്തതയില്ലാത്ത വീമ്പു പറച്ചിലുകളുമായി രംഗത്ത് വന്നു. അവരെ കണ്ട് സംസാരിക്കാനായി ഫോൺ വിളിച്ചിട്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള മര്യാദ പോലും കാണിച്ചില്ല. നേരിട്ട് കാണാൻ ചെന്നിട്ടും അനുമതി കൊടുത്തില്ല. പിന്നീട് CPM പഞ്ചായത്ത് തലത്തിൽ ബ്രാഞ്ച് ലോക്കൽ നേതാക്കന്മാരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി സമരത്തിൽ നിന്നും അംഗങ്ങളെ പിൻവലിക്കാനുള്ള ശ്രമങ്ങളും നടത്തി. അതും പരാജയപ്പെട്ടു. തുടർന്ന് എളമരം കരീമിന്റെ ആശാവർക്കർ നേതാവ് മിനി ക്രിമികീടമെന്നും പാട്ടപ്പിരിവുകാരെന്നും സ്പോൺസേഡ് സമരമെന്നും പെമ്പിളെ ഒരു മെയ് സമരമെന്നും ഒക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടും സമരം 10 മടങ്ങ് ആർജവത്തോടെ ശക്തി പ്രാപിക്കുകയായിരുന്നു. സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ, കലാമേഖലകളിൽ നിന്നും സമരത്തിന് പിന്തുണയുമായി ആളുകൾ വന്നത് സമരത്തിന് പുതിയ മാനം നൽകി. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാർ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്നത്. ഓണറേറിയവും ഇൻസെന്റീവും മാസങ്ങളായി മുടങ്ങിയതോടെ ഫെബ്രുവരി 10 മുതലാണ് ആശാമാർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമര രംഗത്തേക്ക് ഇറങ്ങിയത്. ഓണറേറിയം 21,000 രൂപയാക്കുക, 62-ാം വയസ്സിൽ വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശാമാർ ഉന്നയിക്കുന്നത്. രാപ്പകൽ സമരം എന്ന നിലയിലായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത്. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ പിന്നീട് അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുകയുമായിരുന്നു. 26,000-ഓളം ആശാമാരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വലിയ തോതിൽ ഉണ്ടായ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് 100 കണക്കിന് സ്ത്രീകളാണ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഉൾപ്പെടെ പങ്കെടുത്തത്. ഇതിനിടെ ഓണറേറിയം, ഇൻസെന്റീവ് കുടിശ്ശിക സർക്കാർ നൽകിയെങ്കിലും മറ്റ് ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടാണ് സമരസമിതി സ്വീകരിച്ചത്. 232 രൂപയാണ് ഇപ്പോൾ ആശാമാർക്ക് ദിവസവേതനമായി കിട്ടുന്നത്. മണിക്കൂറുകൾ ജോലി ചെയ്യേണ്ടി വരുന്ന ആശാമാർക്ക് യാത്രാക്കൂലി പോലും കയ്യിൽ നിന്നാണ് നൽകേണ്ടി വരുന്നതെന്ന് സമരസമിതി പറയുന്നു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നതെന്ന് ആശാമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നുമാണ് ആരോഗ്യമന്ത്രി ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനം നൽകുന്ന 7,000 രൂപയും ഫിക്സഡ് ഓണറേറിയവുമായ 3,000 രൂപയും മറ്റ് സേവനങ്ങൾക്കുള്ള പ്രതിഫലവുമായി 13,000 രൂപയോളം ആശാമാർക്ക് കിട്ടുന്നുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. സമരത്തെയും സമരക്കാരെയും അധിക്ഷേപിക്കുന്ന പ്രസ്താവനകളുമായി CPM നേതാക്കളും രംഗത്തെത്തി. ദിനംപ്രതി ആശാമാരുടെ സമരത്തിന് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പിന്തുണ വർദ്ധിക്കുന്നതിൽ ആശങ്കപ്പെട്ട് സമരം പൊളിക്കാനുള്ള നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമരസമിതി നേതാക്കൾക്കും സമരത്തിന് പിന്തുണ നൽകിയവർക്കും നോട്ടീസ് അയക്കുകയും പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ജോലിക്ക് ഹാജരായില്ലെങ്കിൽ മറ്റുള്ളവരെ നിയമിച്ച് ബദൽ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിയും. ഇതോടെ കോൺഗ്രസും BJP-യും ആശാമാർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. ഇതിനിടെ CITUവിന്റെ നേതൃത്വത്തിൽ ബദൽ സമരവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുകയും ചെയ്തു. ആശാമാർ ഉൾപ്പെടെയുള്ള സ്കീം ജീവനക്കാരുടെ ദിവസവേതനം 700 രൂപയാക്കുമെന്നും 2021-ലെ പ്രകടന പത്രികയിൽ CPM വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ആശാമാരുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനമാണ് സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായി മാറി. ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ പണം വിതരണം ചെയ്യുന്നില്ലെന്ന് കേന്ദ്രവും ആരോപിക്കുന്ന സാഹചര്യമാണുള്ളത്. ആശാമാർക്ക് 21,000 രൂപ പ്രതിമാസ അലവൻസും വിരമിക്കൽ ആനുകൂല്യവും നൽകണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനത്തിലെ പാടി പുകഴ്ത്തപ്പെടാത്ത ഹീറോക്കളാണ് ആശാവർക്കർമാരെന്ന് ശശി തരൂരും പറഞ്ഞു. കോവിഡ് കാലത്തും നിർണായകമായ പ്രവർത്തനങ്ങൾ ആശാവർക്കർമാർ നടത്തിയിരുന്നു. അമിതമായ ഉത്തരവാദിത്വങ്ങൾ അവരുടെ ചുമലിലുണ്ട്. ദിവസം 12 മുതൽ 14 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടതായും വരുന്നു. എന്നിട്ടും അവരെ വളണ്ടിയർമാർ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് ഓണറേറിയവും ഇൻസെന്റീവുകളുമാണ് അവർക്ക് ലഭിക്കുന്നത്.
അത് പലപ്പോഴും വൈകാറുണ്ടെന്നും ശശി തരൂർ വിമർശിച്ചു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും VK ശ്രീകണ്ഠനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് സമരം ശക്തമാക്കാനാണ് തീരുമാനം. അനാവശ്യത്തിനല്ല, ആവശ്യങ്ങൾക്കായുള്ള നിലവിളിയാണ്. അത് കേൾക്കും വരെ വിളിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ആശാമാരുടെ നേതാവായ എസ്മിനി മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.